ഉണ്ണികൃഷ്ണൻ്റെ മനോഹരമായൊരു ഭവനത്തിലേക്കാണ് നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഈ വീട് ഉണ്ണികൃഷ്ണനും ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യയും ചേർന്ന് അവരുടെ മനസ്സിൽ പണിതെടുത്ത കൊച്ചു കൊട്ടാരമാണ്. മുഴുവൻ പഴയ രീതിയിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള രൂപകൽപ്പനയാണ് വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഇവരുടെ വീട്ടിൽ കുഴൽക്കിണറാണ് കുത്തിയിട്ടുള്ളത്. ആ കുഴൽക്കിണറിനെ അവർ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. പഴയ കാലത്തുള്ള ഒരു ഭരണി പോലെ നല്ല മനോഹരമായിട്ടാണ് സിമെൻറ്റിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൈയാണ് ആ കാണുന്നത്. കുഴൽക്കിണർ കണ്ടില്ലേ? ഇവരുടെ തൂണ് നല്ല മനോഹരമായിട്ട് സിമെൻറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇത് കരിങ്കല്ലിൻ്റെ രൂപത്തിലാണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീട് തേക്കാത്ത രീതിയിൽ മനോഹരമായി തേച്ച് മിനുക്കി വച്ചിരിക്കുന്നു. മുഴുവൻ ഓടാണ് വീട്ടിൽ പാകിയിട്ടുള്ളത്. GI പൈപ്പിൽ ഡ്രസ് വർക്ക് ചെയ്ത് പുതിയ ഓടാണ്, കളിമണ്ണിൻ്റെ ഓടാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് തൂണുകളായി വീടിൻ്റെ രണ്ട് ഭാഗത്തേക്കും തള്ളി നിൽക്കുന്ന രീതിയിലാണ് പൂമുഖമുള്ളത്, വരാന്തയുള്ളത്. വരാന്തയിൽ നിന്നും രണ്ട് ഭാഗത്തേക്കും ഒരേ രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ആ വരാന്ത ആ വീടിൻ്റെ ഭംഗി കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ലിൻഡൽ വർക്കൊക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടുണ്ട്. ഒരു ബോർഡർ കൊടുത്തിട്ടാണ് ലിൻഡലിൻ്റെ ഭാഗം മറച്ചിട്ടുള്ളത്. വെട്ടുകല്ല് മലപ്പുറം വെട്ടുകല്ലാണ് അവരിറക്കിയിട്ടുള്ളത്. നമ്മുടെ സ്റ്റെപ്പ് കയറി ആദ്യം കയറി ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ്. ഹാള് ഉയരം ഒരുപാട് കൊടുത്തത് കൊണ്ട് തന്നെ വീടിന് എപ്പോഴും വീട്ടിനുള്ളിൽ തണുപ്പായിരിക്കും. വീടിൻ്റെ ഹാള് പോലെ തന്നെ മനോഹരമായി മുകളിലേക്ക് ഒരുപാട് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നേരെ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയ ചെയ്തതിനു ചേർന്ന് തന്നെ ഒരു അടുക്കളയും സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അടുക്കളയിലെ വർക്ക് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതൊരു വലിയ ബെഡ്റൂമാണ്, ഒരു മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട്. ഒറ്റ ബാത്റൂമാണ് ഇപ്പോൾ ഇതിൽ നിലവിലുള്ളത്. പുറത്ത് ഒരു ബാത്റൂം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് അവർ. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല. അതുപോലെ തന്നെ ഒരു മച്ച് പോലെ നമുക്ക് എന്തെങ്കിലും എടുത്തു വയ്ക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം അത് ആ ബാത്റൂമിൻ്റെ മുകളിലുള്ള ഏരിയയാണ്. നേരെ നമ്മൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു വർക്ക് ഏരിയ, അതായത് നമ്മുടെ അടുക്കളയും അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഏരിയയാണ്. ഇതെല്ലാം GI പൈപ്പിലാണ് അവർ ജനലും വിൻഡോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ അടുക്കളയുടെ പുറമേയുള്ള ഭാഗം മാത്രം അവർ ടെറസിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടാങ്ക് ചെയ്യാൻ അവിടെയാണ് പാകത്തിലുള്ളത്. ജനലിൻ്റെ ഭാഗം മുഴുവൻ GI പൈപ്പ് കൊണ്ട് മറച്ചിരിക്കുന്നു. നല്ല മനോഹരമായിട്ടാണ് GI പൈപ്പ് ചെയ്തിട്ടുള്ളത്.